നിന്ന് ബോറടിച്ചു അല്ലേ? ഒന്നും മനഃപൂർവ്വമല്ല. പ്രകാശന്റെ സമയത്തിന് ഇപ്പൊ ഈ പ്രയോറിറ്റി തരാനേ സാധിക്കും. മുൻപൊക്കെ പ്രകാശം വരുന്നതും കാത്ത് കുറുപ്പ് നിന്നിരുന്നു. അന്ന് പ്രകാശന്റെ സമയത്തിന് വിലയുണ്ടായിരുന്നു. എന്നെന്തിനാ കാണണമെന്ന് പറഞ്ഞത്? പ്രകാശ, നിനക്ക് എന്നോട് ചോദിക്കാനുള്ള ചോദ്യം ഇതല്ലല്ലോ. നിങ്ങൾ എന്തിനാ എന്റെ ജോലി ഇല്ലാതാക്കിയത് എന്നല്ലേ ഈ ചോദ്യം വരേണ്ടത്? അതെ, ഞാൻ തന്നെയാ നിന്റെ ജോലി കളയിച്ചത്. പണ്ടൊക്കെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരായിരുന്നു പൊതുപ്രവർത്തകർ. ഇപ്പോ മറ്റുള്ളവരുടെ അന്നം മുട്ടിക്കുന്നവരാണ് പൊതുപ്രവർത്തകർ എന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ നിങ്ങൾ ചോദിച്ച പണം മുഴുവനും തന്നു തീർത്തതാണ്. പോരാത്തേന് അതിന്റെ ഇരട്ടി വിലയുള്ള എന്റെ വീടും നിങ്ങൾ സ്വന്തമാക്കി. ഇനിയെങ്കിലും ഈ ചെറ്റത്തരൊന്ന് അവസാനിപ്പിച്ചൂടെ എന്റെ കുറുപ്പ് സാറേ? കുറുപ്പ് സാറേ, പണവും സ്വാധീനമൊക്കെ നിങ്ങൾക്ക് ഒരുപാടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ആളമുട്ടിയാലേ ചേരയും കടിക്കുന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ട്. സഹിയേട്ടാലേ നിങ്ങളുടെ പൊള്ളക്ക് കത്തി കയറ്റിട്ട് ഈ പ്രകാശനുണ്ടല്ലോ ജയിലിൽ പോയി കിടക്കും. പ്രകാശ, അതിനുള്ള ചങ്കുറപ്പ് നിനക്കില്ല. മാത്രമല്ല, അത് നീ ചെയ്താൽ നീ എക്കാലവും ആ കുടുംബത്തിലെ വെറുക്കപ്പെട്ട ജന്മമായിരിക്കും. കാര്യം, എന്റെ 2 മക്കളുണ്ട് അവിടെ. അതുകൊണ്ട് നീ വലിയ വലിയ കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ ഞാൻ പറയുന്ന കേട്ട് അനുസരിക്കാൻ നോക്ക്. നീ പറഞ്ഞ നേരാ. നീ എനിക്ക് തരാനുള്ള പണമൊക്കെ നേരത്തെ തന്നു കഴിഞ്ഞതാ. പക്ഷേ ആ പണം നീ നിന്റെ അനുജന് കൊടുക്കാനുള്ള പണമായിട്ടേ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ. പിന്നെ നീ നേരത്തെ പറഞ്ഞ ജയിലിൽ പോകുന്ന കാര്യമുണ്ടല്ലോ, അതിനുള്ള യോഗം നിന്റെ ജാതകത്തിലുണ്ടോന്ന് നിന്റെ അച്ഛൻ മാധവൻ നായരോടൊന്ന് പോയി ചോദിച്ചു നോക്ക്. കുറുപ്പ് സാറേ, ഒരുമതി മറ്റിടത്ത്. അതേടാ, നീ എനിക്ക് ഒപ്പിട്ട് തന്ന മുദ്രപത്രങ്ങൾ ഞാൻ കോടതിയിൽ സമർപ്പിച്ചാൽ പ്രകാശൻ മാധവൻ നായർ എന്ന് പറയുന്ന നീ കമ്പി എണ്ണും. എന്താ കാണണോ നിനക്ക്? അതൊന്നും വേണ്ടെങ്കിൽ നീ ഞാൻ പറയുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്തു തരണം. എന്റെ 2 മക്കളും നിന്റെ കുടുംബവുമായുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് എന്റെ വീട്ടിലേക്ക് തിരിച്ചു വരണം.